ഇതാണ് നമ്മുടെ കണ്ണൂർ ടു റാസൽ കൈമ ട്രിപ്പ്. കണ്ണൂർ എയർപോർട്ടിൽ നമ്മൾ രാവിലെ ഒരു 7:30-7:45 ആയപ്പോൾ ഇറങ്ങി. നമ്മൾ നേരെ കണ്ണൂർ എയർപോർട്ടിൽ വരുന്നു. അപ്പോഴാണ് അറിയുന്നത് കണ്ണൂർ ടു ചെന്നൈ ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നൈ ടു ബോംബെ ഫ്ലൈറ്റ് കിട്ടാൻ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞിട്ട് ആ പുള്ളിക്കാരൻ പറഞ്ഞു, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടൈം ചേഞ്ച് ചെയ്ത് തരട്ടേന്ന് ചോദിച്ചപ്പോൾ ഉച്ചക്കേക്ക് മാറ്റിയപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് രാത്രിയിലേക്ക് വൈകുന്നേരത്തേക്ക് ആക്കി തരാൻ പറഞ്ഞു. കണ്ണൂരിലെ ആകാശ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു ചെന്നൈയിലേക്ക്. അപ്പോൾ ചെന്നൈയിൽ എനിക്ക് അവരുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ മാറ്റി കിട്ടി. നമ്മുടെ ബോംബെയിലുള്ള ഡിലേ എനിക്ക് ചെന്നൈയിലേക്ക് മാറ്റി കിട്ടി. അങ്ങനെ ചെന്നൈയിൽ എനിക്ക് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഒരു 7 മണിക്കൂറോളം ചെന്നൈയിൽ കിട്ടി. ചെന്നൈ എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങി. ചെന്നൈ എയർപോർട്ടിൽ വന്നിറങ്ങി. ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പോകുന്നത്, എൻ്റെ ഫാമിലിയും ആദ്യമായിട്ടാണ് ചെന്നൈയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ചെന്നൈ എയർപോർട്ടിൽ പോകണം. ചെന്നൈയിൽ പോയിട്ടുണ്ട്, ചെന്നൈ എയർപോർട്ടിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. ചെന്നൈ എയർപോർട്ട് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെന്നൈ എയർപോർട്ടിൻ്റെ നേരെ മുമ്പിൽ തന്നെ ഇങ്ങനെ ഒരു കോവിലുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ശരവണ ക്യാൻറ്റീൻ ഉണ്ട്. നമുക്കത് അറിയില്ലായിരുന്നു. നമ്മൾ അവിടുന്ന് ഒരു ബാറ്ററി ടാക്സി പിടിച്ചിട്ട് നമ്മൾ കാറൊക്കെ ഉള്ള സ്ഥലത്ത്, അതായത് ഊബർ ഒക്കെ ഓല ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മളെ അവർ ഫ്രീ ആയിട്ട് കൊണ്ടുവിടും. അതിനകത്ത് പ്രത്യേകം ചെയ്തിട്ടുണ്ട്, ഒരു കാരണവശാലും ടിപ്സ് കൊടുക്കരുതെന്ന്. അവിടുന്ന് ഒരു ഊബർ പിടിച്ചിട്ട് നമ്മൾ തമിഴ്നാട്ടിലുള്ള ചെന്നൈയിലുള്ള ടി നഗറിലേക്ക് പോയി. ടി നഗറിലേക്കുള്ള യാത്ര വളരെ ദൂരമുണ്ട്, കുറച്ച് സമയം എടുത്തിരുന്നു. നമ്മൾ ടാക്സിയിലാണ് പോയത്. 420 രൂപയാണ് അതിന് ടാക്സി ചാർജ് ചെയ്തിരുന്നത്. ഊബർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവരാദ്യമേ എത്രയാണ് പ്രൈസ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടുന്ന് അല്ലാതെ ഒരുപാട് റേറ്റ് ഒക്കെ പറയും. ഇങ്ങനെ 500 ആവും, എയർപോർട്ടിന് ഒരു ടോൾ കൊടുക്കാണ്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളടുത്ത് വരും. അപ്പം നമ്മൾ അതിനൊന്നും നിൽക്കരുത്. നിങ്ങൾ ഒരു ഊബർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഊബറിന് ഇത്രയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ റേറ്റ് എത്രയാണോ അത് കൊടുക്കുന്ന ടാക്സി കിട്ടുന്നവരെ മാറ്റി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് വേണം നിങ്ങൾ ഈ ഊബർ എടുത്തിട്ട് നേരെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാനായിട്ട്. ഒരു 4 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ, 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാവുള്ളൂ. ശരവണഭവനിൽ പോയിട്ട് നമ്മൾ ലഞ്ച് കഴിച്ചു, ഗംഭീര ലഞ്ചായിരുന്നു. അതിനുശേഷം ശരവണഭവനിൽ നമ്മളൊരു ഓട്ടോ പിടിച്ച് അവിടുന്ന് നേരെ മെട്രോയിലേക്ക് പോയി. മെട്രോയിലാണ് നമ്മൾ പിന്നെ തിരിച്ച് നമ്മുടെ എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് അവിടുന്ന് ആദ്യം ടി നഗറിന്ന് ഓട്ടോറിക്ഷയ്ക്ക് മെട്രോയിലേക്ക് പോകാൻ വേണ്ടി 150 രൂപയാണ് ചാർജ് ചെയ്തിരുന്നത്. അച്ഛന്റെ ഞാൻ കാണാണ്ട് ഞാൻ വാഷ്റൂമിൽ പോയപ്പോൾ അവനെടുത്ത വീഡിയോ ഞാൻ പിന്നെ കട്ട് ചെയ്യേണ്ടത് ഇടാമെന്ന് വിചാരിച്ചു. നല്ല രസമുള്ളതുകൊണ്ട് അങ്ങനെ അത് ഇട്ടു. നമ്മൾ അവിടുന്ന് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് നമ്മളെ കറക്കൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മൾ ചെന്നൈ എയർപോർട്ട് ടു ബോംബെ എയർപോർട്ടിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് ലേറ്റായി, അതായത് നമ്മൾ പുറത്ത് കറങ്ങി ലേറ്റ് ആയതല്ല, നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് നമ്മൾ എല്ലാവരും കയറി കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് ലേറ്റ് ആയതുകൊണ്ട് നമ്മളെ ബസ്സിൽ നമ്മൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, വേറെ ഒരാളും ഉണ്ടായിട്ടില്ല. അവൻ കളിക്കുന്നുണ്ടല്ലേ, ഡാൻസൊക്കെ വെച്ച് കളിച്ച് അവൻ അടിപൊളിയാക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്ത് പോയ ട്രിപ്പ് തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സംഭവം. മക്കളും എല്ലാവരും ഹാപ്പി ആയിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ബോംബെയിലേക്കുള്ള യാത്രയാണ്. ചെന്നൈ എയർപോർട്ടിൽ ഇവിടെ നിറയെ എല്ലായിടത്തും ഫുള്ളായിട്ട് ഇൻഡിഗോ ഫ്ലൈറ്റ് മാത്രമാണ് ഞാൻ കണ്ടത് കേട്ടോ. എത്ര ഇൻഡിഗോ ഫ്ലൈറ്റ് അവിടെ ഇട്ടിരിക്കുന്നത് അറിയോ ചെന്നൈയിൽ. അങ്ങനെ ചെന്നൈയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവരിതാ ഉറങ്ങുന്നു. ചാരു ഉറങ്ങുന്നു, തൊട്ട് ബാക്കിലുള്ള സീറ്റിലാണ് സൂര്യൻ ഉറങ്ങുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബോംബെ എയർപോർട്ടിലെത്തി. നല്ല രസമായിരുന്നു ബോംബെ എയർപോർട്ട് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും. ബോംബെ എയർപോർട്ട് നല്ല ക്ലീനായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഏകദേശമൊക്കെ ദുബായ് എയർപോർട്ടിന് അത്ര ഇല്ലെങ്കിലും ഏകദേശമൊക്കെ ക്ലീൻ ആയിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള എയർപോർട്ടാണ്, വലിയ എയർപോർട്ടാണ്. പക്ഷേ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത് മാറിയിട്ടാണ്. അതായത് ബസ്സിൽ പോകേണ്ടതുണ്ട്, ഒരു 20-25 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്യാനുള്ളുണ്ട്. അങ്ങനെ ആ ബസ്സിൽ നമ്മൾ യാത്ര തുടങ്ങി. ആ ബസ് സൗജന്യമായിട്ട് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. സൗജന്യമായിട്ടാണ് ആ ബസ് അവിടത്തേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടുത്തെ ചില സ്റ്റാഫുകൾ വന്നിട്ട് നമ്മളടുത്ത് പറയും, നിങ്ങളുടെ ഫ്ലൈറ്റ് അവിടെ മിസ്സാവാൻ സാധ്യതയുണ്ട്, ബസ്സിന് പോയാൽ എത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് വന്നു.
ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും എനിക്കറിയാം സമയം എന്തായാലും ഉണ്ട്. എൻ്റെ ഫ്ലൈറ്റ് അവിടെ നിന്ന് 12 മണിക്കാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 3 മണിക്കൂർ മുമ്പേ എത്തണ്ടേ, നിങ്ങളിപ്പോൾ പോയി എത്തില്ല, ടാക്സി പിടിച്ച് പോക്കോ, ഈ ബസ് പോകാൻ ഇനിയും 10 മിനിറ്റ് 15 മിനിറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബസ്സിന് തന്നെ പോയി. ആ ബസ് ഓടിക്കുന്ന ആളെ സമ്മതിക്കണം, എന്ത് റഷാണെന്നറിയാം. റോഡ് മുഴുവൻ വാഹനങ്ങളാണ്, ഇങ്ങനെ മുട്ടിയില്ല എന്ന് പറഞ്ഞൊക്കെയാണ് ബസ് കൊണ്ട് വെക്കുന്നതൊക്കെ. അത് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏത് എയർപോർട്ടിലാണ് പോകുന്നറിയോ? ഛത്രപതി ശിവാജി മഹാരാജ എയർപോർട്ട്, അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ എയർപോർട്ട് ഒരു വൻ എയർപോർട്ടാണ് കേട്ടോ, ഭയങ്കര എയർപോർട്ടാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയ എയർപോർട്ടാണല്ലോ ഉണ്ടാവുക എന്ന് വിചാരിച്ചു. ആദ്യം പോയത് തന്നെ വലുത്, അതിലും വലിയ എയർപോർട്ടാണ് ഈ കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്ന ആ സ്വർണ്ണ നിറത്തിൽ കാണുന്ന അതാണ് എയർപോർട്ട്. ഭയങ്കര വലിയ ഏരിയ ആണ്. അതുപോലെ തന്നെ ഭയങ്കര തിരക്കുമാണ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം ഒരുപാട് ഫ്ലൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. എമിഗ്രേഷനൊക്കെ ചെയ്ത് കഴിയാൻ വേണ്ടി നല്ല സമയം എടുത്തിരുന്നു. സൂര്യനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതാണ് എയർപോർട്ട് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. ഇത് നമ്മുടെ ഇന്ത്യയിലാണ്, ബോംബെയിലാണ്. മുംബൈ അല്ലെങ്കിൽ ബോംബെ എന്ന് എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്ക് യാത്ര ചെയ്തിരുന്നത്. നമ്മൾ 13-ാം തീയതി രാവിലെ 10:30 നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ്, 10:45. അതിനുശേഷം നമ്മൾ റാസൽ ഖൈമയിൽ വന്ന് ഇറങ്ങിയത്, റാസൽ ഖൈമ ലോക്കൽ ടൈം 2 മണിക്കാണ് നമ്മൾ റാസൽ ഖൈമയിൽ വന്ന് ഇറങ്ങിയത്. ഇതവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒറിജിനൽ ശില്പങ്ങളൊക്കെയാണ്. ഇത് പണ്ട് പുരാതന കാലങ്ങളിൽ എവിടെയോ ഉണ്ടായതൊക്കെ കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയതും അങ്ങനെയൊക്കെയുള്ളത് കൊണ്ടുവന്ന് വെച്ചതൊക്കെയാണ്. പല കല്ലുകളും നമ്മുടെ ഇന്ത്യൻ സംസ്കാരങ്ങളും മുഴുവൻ കാണിക്കുന്ന രീതിയിലാണ് ഈ എയർപോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമായിട്ടുള്ള ഒരു എയർപോർട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ എയർപോർട്ടിൻ്റെ രീതികളൊക്കെ ഭയങ്കര രസമായിരുന്നു. നല്ല ഒരു എയർപോർട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ അവിടെയുള്ള സ്റ്റാഫും എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഇതെല്ലാം ഒറിജിനലാണ് കേട്ടോ. എന്ത് രസമായിട്ടാണ് ഇതെല്ലാം അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ, നമുക്ക് ഒരുപാട് ലഗേജ് ഇല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങിയൊക്കെ പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് കൊടുത്ത ലഗേജ് എല്ലാം നമുക്ക് റാസൽ ഖൈമയിലേ കിട്ടുള്ളൂ. നമ്മൾ അതൊന്നും എടുത്തുകൊണ്ട് നടക്കണ്ട. ചില ആൾക്കാർ എൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഈ ലഗേജ് നീ എടുത്തിട്ട് പോകേണ്ടി വരും, ഓരോ എയർപോർട്ടിലെത്തുമ്പോഴും നീ അവിടുന്ന് എടുത്തിട്ട് നീ അത് കൊണ്ടുപോയിട്ട് വീണ്ടും ചെക്ക് ഇൻ ചെയ്ത് പോകേണ്ടി വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, പേടിപ്പിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആ എയർപോർട്ടിൽ ഫസ്റ്റ് കണ്ണൂർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ളത് അങ്ങ് റാസൽ ഖൈമ കിട്ടുള്ളൂ. എല്ലാവരും പറയില്ലേ, എൻ്റെ അടുത്ത് പല ആൾക്കാരും പറയും നീ ഭയങ്കര തടിച്ചിട്ടാണെന്നൊക്കെ. പുരാണ കാലം മുതലേ ഉണ്ടോ തടിയൊക്കെ. ഇത് കണ്ടില്ലേ, കുടവയറൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നം? അങ്ങനെ നമ്മൾ ബോംബെയിൽ നിന്ന് നേരെ റാസൽ ഖൈമയിലേക്കുള്ള യാത്ര തുടങ്ങി. ഇപ്പോൾ നമ്മൾ ബസ്സിൽ റൺവേയിലൂടെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന ബസ് യാത്രയാണ്. ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ട്. കാരണം ആ ഫ്ലൈറ്റ് ഫുള്ളായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൽ ഒരു സീറ്റ് പോലും കാലിയില്ലാതെയാണ് ബോംബെയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് വന്നിരുന്നത്. ഞാൻ ചിലപ്പോൾ വിചാരിച്ചിരുന്നു ഇതിനകത്ത് മലയാളികളൊന്നും കാണില്ല, പക്ഷേ എൻ്റെ തൊട്ടടുത്തിരുന്നത് പോലൊരു മലയാളി ഫാമിലി ആയിരുന്നു. ഒട്ടുമിക്ക മലയാളികളും ഉണ്ടായിരുന്നു, കുറച്ച് പേരൊക്കെ മലയാളികൾ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റാസൽ ഖൈമയിലേക്കുള്ള യാത്ര തുടങ്ങി. ബോംബെയിൽ നിന്നും നമ്മൾ ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറി നമ്മളങ്ങനെ റാസൽ ഖൈമ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി. റാസൽ ഖൈമ എയർപോർട്ടിൻ്റെ പുറത്ത് നമ്മളെയും കാത്ത് നമ്മുടെ സാരഥി നിൽപ്പുണ്ട്. അവരെ വണ്ടിയിൽ നമ്മൾ തിരിച്ച് നമ്മുടെ സ്വന്തം ഷാർജയിലുള്ള നമ്മുടെ വലിയ വീട്ടിലേക്ക് നമ്മൾ യാത്രയായി. നമ്മുടെ UAE-യിലെത്തി. അങ്ങനെ നമ്മളെ കൊണ്ടുപോകാനായിട്ട് മനോജേട്ടൻ വന്നു പോന്നു.